തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കുലർ തിരുത്തും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്താൻ വനമന്ത്രി നിർദ്ദേശം നൽകി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആന ഉടമകളും പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. തിങ്കളാഴ്ച പുതിയ സർക്കുലർ ഇറക്കും. ആനകളും മേളവും തമ്മിൽ 50 മീറ്റർ ദൂരം, ആനയും തമ്മിൽ 1 മീറ്റർ ദൂരം, നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആനകൾക്ക് നിരോധനം തുടങ്ങിയ നിബന്ധനകളടങ്ങിയ സർക്കുലറാണ് വിവാദമായത്. കോടതിയിൽ വനംവകുപ്പ് ഈ നിലപാട് ആവർത്തിച്ചു. ഇത്തരം നിബന്ധനകളുമായി പൂരം നടത്താനാവില്ലെന്ന് ദേവസ്വങ്ങളും അറിയിച്ചു. വെറുതെ ഒരു ദിക്കിലിരുന്നിട്ട് ഇങ്ങനെ ഓർഡർ ഇറക്കുന്നതിലും പരം എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, അവിടെ അത് പാലിക്കാൻ പറ്റൂ. ഇത്ര കാലമായിട്ട് 200 ചിലാം വർഷമായിട്ട് നടക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തിന് അതിന് ആ മടത്തിൽ വരവിൻ്റെ അവിടെ പഞ്ചവാദിയും ആനയും തമ്മിലുള്ള അകലവും ഇതൊക്കെ ഡിസ്റ്റൻസും വെറും 5-6 മീറ്റർ വീതിയുള്ള ഒരു റോട്ടിലാണ് ഈ 3 ആനപ്പുറം പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. ഇത് തീർച്ചയായിട്ടും ഉടമസ്ഥ സംഘടനകളോ അതിൻ്റെ തൊഴിലാളി സംഘടനകളൊക്കെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തൃശ്ശൂർ പൂരം വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ മുന്നോട്ട് വരുന്നത്. വേറെ ഒരു പൂരങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. തുടർന്ന് വനം വകുപ്പ് തിരുത്തി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്താൻ വനം മന്ത്രി നിർദ്ദേശം നൽകി. ആനയുടെ 50 മീറ്ററിനുള്ളിൽ താളമേളം പാടില്ലെന്ന നിർദ്ദേശം ഭേദഗതി ചെയ്യാനും ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പ് മന്ത്രിയായും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായും ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയ്ക്കും ഇടയില്ല എന്ന കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണമെന്ന് ആന ഉടമകൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.